ഏറ്റവും അനുകൂല സാഹചര്യത്തിലാണ് കേരളത്തിൽ ബി.ജെ.പി. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അക്രമവും അഴിമതിയും മുഖമുദ്രയാക്കിയ CPM-നും കോൺഗ്രസിനും പുതുതായി ഒന്നും ചെയ്യാനില്ലെന്നും മന്ത്രി പറഞ്ഞു. NDA ഉള്ളൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ശേഷം ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം CPM ഭരണത്തിൽ ജനജീവിതം ദുസ്സഹമാണ്. കോൺഗ്രസ് രാജ്യത്ത് അസ്തമിച്ച നിലയിലും ഈ സാഹചര്യത്തിൽ ഇരു പാർട്ടികൾക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വോട്ടായി പ്രതിഫലിക്കും. ഏറ്റവും അനുകൂല സാഹചര്യത്തിലാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. NDA ഉള്ളൂർ മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നിലവിലുള്ള സർക്കാർ അക്രമവും അഴിമതിയും കെടുകാര്യസ്ഥതയും മുഖമുദ്രയാക്കിയിട്ടുള്ള സർക്കാരാണ്. സാധാരണക്കാരുടെ പെൻഷൻ പോലും നൽകാൻ കഴിയാത്തൊരു സർക്കാരാണ്. ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിനെതിരായിട്ട് വലിയ ജനവികാരം ജനങ്ങൾക്കിടയിലുണ്ട്. അവർക്ക് പകരം നിൽക്കാൻ കോൺഗ്രസിനാവില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി അറിയാൻ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. ഏത് വിഷയത്തിലാണ് മുൻഗണന നൽകേണ്ടതെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പോലും വ്യക്തതയില്ലെന്നും മരപ്പട്ടി പോലും മൂത്രമൊഴിച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലെന്നും മന്ത്രി പരിഹസിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മുൻഗണന, ആ മുൻഗണന ഏതിലാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം 1600 രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന ആളുകൾ നീന്തൽക്കുളം നവീകരിക്കാൻ, ലിഫ്റ്റ് വെക്കാൻ, മുഖാമുഖം നടത്താൻ ഒക്കെ ലക്ഷങ്ങൾ ചെലവാക്കുകയാണ്. മരപ്പട്ടി മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ 45 ലക്ഷം രൂപയാണ് അനുവദിച്ചത് ക്ലിഫ് ഹൗസ് നവീകരിക്കാൻ. അപ്പോൾ മരപ്പട്ടി പോലും മൂത്രമൊഴിച്ച് പ്രതിഷേധിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. ചടങ്ങിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലം പ്രഭാരി വെങ്ങാനൂർ സതീഷിനെയും ഉള്ളൂർ മണ്ഡലം പ്രഭാരി RC ബീനയെയും മന്ത്രി ഷാളണിയിച്ച് സ്വീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് കരിക്കകം മണികണ്ഠൻ, പ്രദീപ് R, അനൂപ് കുമാർ, ശ്യാംകുമാർ തുടങ്ങി ജില്ലാ സംസ്ഥാന നേതാക്കളും ചടങ്ങിൽ ഭാഗമായി. ജനം, തിരുവനന്തപുരം.